എല്ലാ PSC എക്സാമുകളിലും ഈ വിഭാഗത്തിൽ നിന്ന് ഒരു ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ പദവികൾ വഹിക്കുന്നത് ആരൊക്കെ, കേന്ദ്ര തലത്തിലാണെങ്കിലും സംസ്ഥാന തലത്തിലാണെങ്കിലും. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ വി രാമസുബ്രഹ്മണ്യൻ. ആദ്യത്തെ വ്യക്തി ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ്. അതുപോലെ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ അലക്സാണ്ടർ തോമസ്. മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായ ആദ്യത്തെ വ്യക്തി MM പരീത് പിള്ളയാണ്. ദേശീയ വനിതാ കമ്മീഷൻ്റെ നിലവിലെ അധ്യക്ഷ വിജയ കിഷോർ രഹത്കർ. ആദ്യത്തെ വ്യക്തി ജയന്തി പട്നായിക്കാണ്. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ നിലവിലെ അധ്യക്ഷ P സതീദേവി. ആദ്യത്തെ വ്യക്തി സുഗതകുമാരിയാണ്. നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, നിലവിലെ 52ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസാണ് ഭൂഷൺ രാമകൃഷ്ണ ഗവായ് അഥവാ BR ഗവായ്. അദ്ദേഹം 2024 മെയ് 14 സത്യപ്രതിജ്ഞ ചെയ്തത്. 51ാമത്തെ വ്യക്തി ചോദിച്ചാൽ സഞ്ജയ് ഖന്നയാണ്. അതുപോലെ തന്നെ ആദ്യത്തെ വ്യക്തി ഹരിലാൽ J കെനിയുമാണ്. കേരള ഹൈക്കോടതിയുടെ നിലവിലെ ചീഫ് ജസ്റ്റിസ് നിതിൻ മധുക്കർ ജാംദാർ. കേരള ഹൈക്കോടതിയുടെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് KT കോശിയായിരുന്നു. നിലവിലെ സംസ്ഥാന യുവജന ക്ഷേമ കമ്മീഷൻ ചെയർമാൻ M ഷാജർ. ആദ്യത്തെ വ്യക്തി RV രാജേഷ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിലവിലെ ഗവർണർ സഞ്ജയ് മൽഹോത്ര. 26ാമത്തെ ഗവർണറാണ്. 25ാമത്തെ ഗവർണർ ചോദിക്കുകയാണെങ്കിൽ ശക്തികാന്ത ദാസ്. ആദ്യത്തെ വ്യക്തി ഓസ്ബോൺ സ്മിത്ത് ആയിരുന്നു. എന്നാൽ ഇന്ത്യക്കാരനായ ആദ്യത്തെ RBI ഗവർണർ CD ദേശ്മുഖാണ്. നിലവിലെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ ഹീരാലാൽ സമരിയ. 12ാമത്തെ വ്യക്തിയാണ്. ആദ്യത്തെ വ്യക്തി വജാഹത്ത് ഹബീബുള്ള. അതുപോലെ ആദ്യത്തെ വനിത ദീപക് സന്ധു. രണ്ടാമത്തെ വനിത സുഷമ സിംഗ്. നിലവിൽ കേരള സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ V ഹരിലാൽ. ആദ്യത്തെ സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ ചോദിച്ചാൽ അത് പാലാട്ട് മോഹൻദാസ് ആണ്. ഇന്ത്യയുടെ നിലവിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ ചോദിക്കുകയാണെങ്കിൽ സുഖ്ബീർ സിംഗ് സന്ധു, അതുപോലെ തന്നെ വിവേക് ജോഷി. 2 കമ്മീഷണർമാരും ഒരു മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറുമാണ്. ആദ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരെന്ന് ചോദിച്ചാൽ അത് സുകുമാർ സെന്നാണ്. അതുപോലെ തന്നെ ആദ്യത്തെ വനിത ചോദിക്കുകയാണെങ്കിൽ VS രമാദേവിയുമാണ്. നിലവിലെ കേരള സംസ്ഥാന മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ A ഷാജഹാൻ. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായ ആദ്യത്തെ വ്യക്തി MSK രാമസ്വാമി. നിലവിലെ കേരളത്തിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ U ഗേൽക്കർ. നിലവിലെ UPSC ചെയർമാൻ അജയ് കുമാർ. കേരള PSC ചെയർമാൻ MR ബൈജു. അതുപോലെ തന്നെ നിലവിലെ UGC ചെയർമാൻ ചോദിച്ചാൽ വിനീത് ജോഷിയുമാണ്. UGC ചെയർമാൻ വിനീത് ജോഷി. നീതി ആയോഗിൻ്റെ നിലവിലെ ചെയർമാൻ നരേന്ദ്രമോദി. പ്രധാനമന്ത്രിയായിരിക്കും നീതി ആയോഗിൻ്റെ ചെയർമാൻ. നീതി ആയോഗിൻ്റെ നിലവിലെ വൈസ് ചെയർമാൻ ചോദിക്കുകയായിരുന്നെങ്കിൽ സുമൻ ബെറി. ആദ്യത്തെ വൈസ് ചെയർമാൻ അരവിന്ദ് പരകരിയ. നീതി ആയോഗിൻ്റെ CEO ചോദിക്കുകയാണെങ്കിൽ BVR. ദേശീയ പട്ടികജാതി കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ കിഷോർ മക്വാനയാണ്. പട്ടികജാതിയാണ്. പട്ടികജാതി കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ ചോദിക്കുകയാണെങ്കിൽ സൂരജ് ദാലുവാണ്. അതുപോലെ ദേശീയ പട്ടികവർഗ കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ അന്തർ സിംഗ് ആര്യ. ആദ്യത്തെ വ്യക്തി ചോദിക്കുകയാണെങ്കിൽ കൻവർ സിംഗ്. ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ പിന്നോക്ക വിഭാഗം ഹൻസ്രാജ് അഹിർ. ആദ്യത്തെ വ്യക്തി ചോദിക്കുകയാണെങ്കിൽ RN പ്രസാദ്. കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ ജസ്റ്റിസ് G ശശിധരൻ. നിലവിൽ ഇന്ത്യയുടെ CAG കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ചോദിക്കുകയാണെങ്കിൽ K സഞ്ജയ് കുമാറാണ്. 15ാമത്തെ വ്യക്തിയാണ്. 14ാമത്തേത് ചോദിക്കുകയാണെങ്കിൽ ഗിരീഷ് ചന്ദ്ര മുർമു. അതുപോലെ ആദ്യത്തെ CAG V നരഹരി റാവു. നെക്സ്റ്റ് ഇന്ത്യയുടെ നിലവിലെ അറ്റോർണി ജനറൽ R വെങ്കിട്ടരമണിയാണ്. ആദ്യത്തെ വ്യക്തി ചോദിക്കുകയാണെങ്കിൽ MC സെതൽവാർ. ഇന്ത്യയുടെ നിലവിലെ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയാണ്. ആദ്യത്തെ വ്യക്തി ചോദിക്കുകയാണെങ്കിൽ CK ദഫ്താർ, ചന്ദ്രകിഷർ ദഫ്താരി. അതുപോലെ ഇന്ത്യയുടെ 16ാമത് ധനകാര്യ കമ്മീഷൻ ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അരവിന്ദ് പനഗരിയ.
15ാമത്തെ ധനകാര്യ കമ്മീഷൻ NK സിംഗും 14ാമത്തേത് YV റെഡ്ഡിയുമാണ്.